അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ലോകശക്തികളിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നിൽ നടക്കുന്ന അധികാര കൈമാറ്റം ആയതുകൊണ്ട് നേരിട്ടും അല്ലാതെയും നമ്മളെല്ലാം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലമെടുക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന പൊട്ടിത്തെറിയും ജോൺ ബൈഡൻ സ്വന്തം ജീവിതത്തിൽ നേരിട്ട ഘോര ദുരന്തം, അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും ഒരു ആക്സിഡൻറ്റിൽ പെട്ടെന്ന് മരിച്ചുപോയി, ബാക്കിയുണ്ടായിരുന്ന 2 മക്കൾ വളരെ ഗുരുതരമായി ആക്സിഡൻറ്റിൽ പരിക്കേറ്റ് ഹോസ്പിറ്റലായി. ആ ദുരന്തം അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടത്, ആ മാതൃകാപരമായ വഴി, ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിച്ചു പോയ ഒരു ചെറുപ്പക്കാരൻ ഗുരുതര പരിക്കുകളോടെ ജീവിച്ചിരിക്കുന്ന ബാക്കി 2 മക്കൾക്കായി അതീവ ശ്രദ്ധയോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് 2ാം വട്ടം മത്സരിച്ചപ്പോൾ, അതായത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ മത്സരിച്ചപ്പോൾ പരാജയം മുന്നിൽ കാണേണ്ടി വന്ന ആദ്യത്തെ ആളൊന്നും അല്ല നമ്മുടെ ഡൊണാൾഡ് ട്രംപ്. അങ്ങനെ തൂത്തുവാരിയ ഒരു പരാജയം, തൻ്റെ ശരിക്കുള്ള ജീവിത പോരാട്ടം ഇതൊന്നുമായിരുന്നില്ല. അതായത് നമ്മളിപ്പോൾ നോക്കുന്നത് എന്താ, ഏറ്റവും വലിയ കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ആവുക, അതിനേക്കാൾ വലുതുണ്ട് ജീവിതത്തിൽ ചെയ്യാൻ. അതിന് ഈ തോൽവി ഒരു സഹായകമായി എന്ന മട്ടിൽ ജീവിതം മുന്നോട്ട് നടത്തിയ ഒരാളെക്കുറിച്ച് പറയട്ടെ. അതിന്ന് വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. ജിമ്മി കാർട്ടർ. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ റൊണാൾഡ് റീഗൻ അല്ല അടിപടലെ പരാജയപ്പെടുത്തിയ ആൾ. 1976 ജെറാൾഡ് ഫോർഡിനെ തോൽപ്പിച്ച് മുന്നിലെത്തിയ നാളിൽ ജിമ്മി കാർട്ടർ എന്ന് പറയുന്ന ഒരു വലിയ ആവേശമായിരുന്നു, കുറേ ആൾക്കാർക്ക് പ്രതീക്ഷയായിരുന്നു. കാരണം മുൻപ് പറഞ്ഞ പോലെ ഇതേവരെയുള്ള വ്യവസ്ഥാപിത രാഷ്ട്രീയ രീതികൾക്ക് പുറത്തു നിന്നുള്ള ഒരാളെന്ന്, അതായത് ഇതുവരെ നടന്നു പോകുന്ന അഴിമതിയും സ്വാർത്ഥ താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെച്ച് പുതിയൊരു ജീവിത നയത്തിലേക്ക് അമേരിക്കയെ നയിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നയാൾ. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡും അത്ര നല്ലതായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ നിൽക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു കുറിപ്പിലുണ്ട്, അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനായിട്ട് ഇലക്ഷൻ നിൽക്കാൻ പോകുന്നു. അമ്മ ചോദിച്ചു, എന്തിൻ്റെ പ്രസിഡന്റ്? കാരണം ഈവൻ ഷീ കുഡ്ന്റ് ബിലീവ്. അങ്ങനെ എന്തായാലും അദ്ദേഹം വന്നു. പക്ഷേ മനുഷ്യരാശിയുടെ നന്മയെ ഏറ്റവും വിശ്വസിച്ചിരുന്ന അദ്ദേഹം രാഷ്ട്രീയത്തിലെ കുലീനത, സംശുദ്ധി ഇതൊക്കെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ തന്നെ പറയുന്നത്, നമ്മൾ സ്വാർത്ഥത വെടിഞ്ഞിട്ട് മനുഷ്യരാശിയുടെ ഒന്നാകെയുള്ള നേട്ടത്തിന് വേണ്ടി അമേരിക്ക മുന്നോട്ട് പറയണം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമേരിക്കയുടെ നിലപാടുകൾ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും സംശുദ്ധീകരണം ഉറപ്പുവരുത്താനൊക്കെ ശ്രമിച്ചയാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സെനറ്റ് അങ്ങനത്തെ ഈ കൃത്യമായ ലക്ഷ്യങ്ങളുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവരധികം ഒന്നും സഹകരിച്ചില്ല. ഇപ്പോൾ പലരും വിലയിരുത്തലിൽ പറയുന്നത്, ഞാൻ ഈ ഹിസ്റ്ററി ഒന്നും അങ്ങനെ ഇരുന്ന് പറയാനുള്ള ആളൊന്നും അല്ല രാഷ്ട്രീയത്തിൽ, എന്തുകൊണ്ട് എന്നൊന്നും ഞാൻ വായിച്ച കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് അത് എല്ലാ വഴികളും കറക്റ്റാക്കി, പക്ഷേ അദ്ദേഹം ഓർത്തത് വഴിയെല്ലാം കറക്റ്റ് ആവുകയാണ്, എൻഡും കറക്റ്റ് ആകുമെന്നാണ്. പക്ഷെ അതുപോലെ റിസൾട്ട് ഉണ്ടായില്ല. സാമ്പത്തികമായി കൂപ്പുകുത്തി, ഒപ്പക് രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നം, എണ്ണ പ്രശ്നമുണ്ടായി. അതേപോലെ അവസാനം ബന്ദി നാടകം എന്നും പറഞ്ഞുകൊണ്ട് ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായി. അവിടെ അമേരിക്ക നന്നായി പരാജയപ്പെട്ടു. ഇത്തരം കുറേ കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം റൊണാൾഡ് റീഗൻ ജയിച്ചത് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നല്ല പരാജയം ഏറ്റുവാങ്ങി. ഈ പരാജയം ഏറ്റുവാങ്ങി ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കഥയുടെ തുടക്കം. 1981 അദ്ദേഹത്തിൻ്റെ നിലക്കടല ഫാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മിലിറ്ററി അങ്ങനത്തെ പ്രൊഫഷനൊക്കെ മാറ്റി വെച്ച് അദ്ദേഹം നിലക്കടല ഫാമിങ് പരമ്പരാഗതമായുള്ള അതിലായിരുന്നു. അപ്പോൾ പീനട്ട് ഫാമിലേക്ക് തിരിച്ചു പോകുമ്പോൾ പ്രസിഡൻ്റ് ആകാൻ പോയപ്പോൾ പലരെയും ഏൽപ്പിച്ചതിനകത്തെ വളരെ കൃത്യമായ അവരുടെ ഇടപെടൽ കാരണം $1 മില്യൺ അത്ര അദ്ദേഹത്തിൻ്റെ കടം ഉണ്ടായിരുന്നത്. ഈ $1 മില്യൺ കടം ബാക്കി ഉള്ള ഇടത്തേക്ക് അദ്ദേഹം തിരിച്ചുപോയി. പക്ഷെ അദ്ദേഹം അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് വിഷാദരോഗത്തിലൊന്നും പോയില്ല. കാരണം അപ്പുറം നഷ്ടപ്പെട്ടത് ഒട്ടും മോശമല്ല, ലോകത്തിലെ ഏറ്റവും വലിയൊരു പദവിയാണ്, അത് നഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഈ കടത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാവോ? ജോർജിയയിലെ എമറി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപനം, പുസ്തക രചന ഇതിലേർപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഫാമിനെ റിവൈവ് ചെയ്തെടുത്തു. എന്നിട്ട് 2 വർഷത്തിനകം 1982 അദ്ദേഹം കാർട്ടർ സെൻറ്റർ എന്ന് പറഞ്ഞ് തൻ്റേതായ ഒരു NGOയ്ക്ക്, ഒട്ടും നോൺ പ്രോഫിറ്റ് ഒരു സെൻറ്ററിന് രൂപം കൊടുത്തു. ഈ കാർട്ടർ സെൻറ്റർ ഇടപെടാത്ത കാര്യങ്ങളില്ല എന്ന് പറഞ്ഞില്ല. ഇൻ്റർനാഷണൽ ലെവല് എല്ലായിടത്തും സമാധാനം ഉറപ്പാക്കുക, അതേപോലെ രാജ്യങ്ങളിൽ നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക,
അതേപോലെ തന്നെ ഒരുപാടെടുത്ത് ആരോഗ്യ പ്രവർത്തനം ഞാൻ പറയാം, മലേറിയ അത്തരം അസുഖങ്ങൾ ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഗിനി വേം ഡിസീസ് അതിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാർട്ടർ സെൻറ്റർ 99% അവർക്ക് ഈ ഗിനി വേം ഡിസീസ് എന്നുള്ളത് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞ്. 1986 3.5 മില്യൺ കേസസ് റിപ്പോർട്ട് ചെയ്തത് 2013 ആയപ്പോൾ ഇവർക്ക് 148 കേസായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റി. എന്നിട്ട് 2015 ആയപ്പോൾ അത് വെറും 23 കേസായി. ഒന്ന് ആലോചിക്കൂ, 3.5 മില്യണിന് 23ലേക്ക്. പിന്നെ 38 രാജ്യങ്ങളിൽ 1989 മുതലാണ് അവർ ഈ മേഖലയിൽ പ്രവർത്തിച്ചത്. 38 രാജ്യങ്ങളിൽ 96 ഇലക്ഷൻ നീതിയുക്തമായിട്ട്, അതിൽ ഹെയ്ത്തി, ബോസ്നിയ, എത്യോപ്യ, നോർത്ത് കൊറിയ, സുഡാൻ ഇത്തരം രാജ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാം പ്രവർത്തിച്ച് അദ്ദേഹം ഇനിയാണ് ഏറ്റവും തിളക്കമുള്ള നേട്ടത്തിലെത്തിയത്. 2002 അദ്ദേഹം നോബൽ പീസ് പ്രൈസ് ഫോർ ഹിസ് വർക്ക് എന്തിനാണെന്നറിയോ? ടു ഫൈൻഡ് പീസ്ഫുൾ സൊല്യൂഷൻ ടു ഇന്റർനാഷണൽ കോൺഫ്ലിക്ട്സ്, ടു അഡ്വാൻസ് ഡെമോക്രസി ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടു പ്രൊമോട്ട് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ശരിയായിട്ട് നടത്താൻ പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ലോസ് ചെയ്ത ആൾക്ക് ലോക രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ബഹുമതി അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുക, അത് വളർത്തുകയും ഇതെല്ലാം ചെയ്യുകയും ചെയ്ത് നേടിയെടുക്കുന്നത് മനോഹരമായിട്ടില്ലേ? എനിക്ക് ആ കഥ വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. നമുക്ക് അമേരിക്കൻ പ്രസിഡന്റ് പദവിയൊന്നും ലോസ് ആവില്ലായിരിക്കാം, പക്ഷേ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. വിചാരിച്ചിടത്ത് എത്തിയില്ല, ഒരു പ്രൊമോഷൻ കിട്ടിയില്ല, നേടിയ നമ്മൾ വിചാരിച്ച എത്രയോ ഒരെണ്ണത്തിൽ നേട്ടം ഉണ്ടായില്ല, എന്തും ഉണ്ടാവാം. അപ്പം നമുക്കിങ്ങനെ മനസ്സിൽ കാർട്ടറുടെ ഇത്തരം ജീവിതം, അദ്ദേഹം അതിനുശേഷം നോബൽ പ്രൈസ് നേടിയത് എത്ര മനോഹരമാണ് ആ ജീവിതം അദ്ദേഹം. അപ്പോൾ ഈ ഒരു നഷ്ടത്തിൻ്റെ പേരിൽ ആ നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് കൂപ്പുകുത്തി വീഴണോ അതോ പുതിയൊരു തലത്തിലേക്ക് ഉയരണോ എന്നത് കുറേയൊക്കെ നമ്മുടെ നിശ്ചയദാർഢ്യത്തിലും കൂടിയാണ് ഇരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുക കൂടിയല്ലേ കാർട്ടർ? ഓർമ്മിപ്പിക്കണം. ശുഭരാത്രി.